നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ ചിതറിക്കിടക്കുന്ന ഈ പൂക്കളും പിന്നെ ആ കളർഫുൾ കുഷ്യനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇത് ഞാൻ ക്രോഷ്യ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ്. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ പഫ് ഫ്ലവേഴ്സ് ആയിരുന്നു. പിന്നെ വേറെ റോസ, നമ്മുടെ വലിയ റോസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് എൻ്റെ ഫീഡിൽ ഒരു പഫ് ഫ്ലവർ കുഷ്യൻ കവറ് അതിൻ്റെ ട്യൂട്ടോറിയൽ വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഞാനൊരു ആവേശത്തിന് തുടങ്ങി വെച്ചു. അങ്ങനെ അത് ഇടയ്ക്ക് നിർത്തി വയ്ക്കും, തുടങ്ങും, അങ്ങനെ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ ടേബിളെന്ന് വെച്ചാൽ ഭയങ്കര എസ്തറ്റിക്കായിട്ട് ഭയങ്കര രസമാണ് കാണാൻ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാനൊരു ടേബിൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ടേബിളിനകത്ത് ഒന്നും വെക്കാനില്ല. അങ്ങനെ ഞാൻ അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടാൻ തുടങ്ങണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതാദ്യം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അതെന്തായാലും നന്നായി, കാണാൻ നല്ല രസമുണ്ട്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കളർഫുള്ളായിട്ടൊരു കുഷ്യൻ കാണാം. അപ്പം നമുക്ക് ഇന്ന് ആ പഫ് ഫ്ലവറാണ് ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് പറഞ്ഞു തരാനൊന്നും അറിഞ്ഞൂടാ. ഇതിങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യം ഒരു മാജിക് റിങ് ഇടും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 12 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പം നമുക്ക് 12 ചെയിൻ കിട്ടും. ഈ 12 ചെയിനിൽ 2 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് നമുക്ക് അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ഉള്ള ഒരു പെറ്റൽ. അപ്പോൾ 2 എണ്ണത്തിൽ ഒരു പെറ്റൽ വരുമ്പോൾ 12-ൽ 6 പെറ്റൽ വരും. അങ്ങനെ നമുക്കൊരു ഫ്ലവർ കിട്ടും. പക്ഷെ ഇതിൻ്റെ നടുഭാഗം ഓട്ടയായിരിക്കും. അപ്പോൾ അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഈ പെറ്റൽ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സിൽ നമ്മളൊരു സാധനം കൂടി ഉണ്ടാക്കി അതിൻ്റെ നടുഭാഗത്തോട്ട് അറ്റാച്ച് ചെയ്യും. ഇത് നമുക്ക് ഒരു പുതിയ സ്കിൽ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ക്രോഷ്യ പഠിക്കാനാണെങ്കിലും നല്ലതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇത് റെഡിയായി കഴിയുമ്പോൾ. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. ക്രോഷ്യ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഭയങ്കര ഒരു റിലീഫാണ്. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഞാൻ ചെയ്തല്ലോ, എന്നെക്കൊണ്ട് ഇത് പറ്റിയല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടും. കൂട്ടത്തിൽ ഇതുപോലത്തെ വലിയ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഫീലാണ്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങുന്നേ. ഇതൊക്കെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കല്ലേ.